ദൈവത്താൽ അനുഗ്രഹീതമായ നല്ല സായങ്കാലവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാം കർത്താവിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വന്നതുപോലെ ഖത്തർ മലയാളി പെന്തക്കോസ്ത് കോൺഗ്രിഗേഷന്റെ കൺവെൻഷൻ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് വന്നുചേരുവാൻ കർത്താവ് സാവകാശം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യാൽ ഈ യോഗം രാത്രിയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഗസ്റ്റ് സ്പീക്കറായിട്ട് നമ്മുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ ദൈവദിന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അബ്രഹാം തോമസ് അല്ലെങ്കിൽ എബി അയ്യൂർ, QMBC അംഗത്വ സഭകൾ, സഭാംഗങ്ങൾ, സഭകൾക്ക് വിശുദ്ധ നേതൃത്വം നൽകുന്ന കർത്തൃഭൃത്യന്മാർ, ഈ ദിവസങ്ങളിൽ ഗസ്റ്റ് പാസ്റ്റേഴ്സായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, മറ്റ് ഇതര സഭകൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ, മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, ഈ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ഞാൻ പ്രാരംഭമായിട്ട് വന്ദനം പറയുന്നു. കർത്താവിൻ്റെ രാത്രിയിൽ എല്ലാത്തിലുപരിയായി നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ മഹത്വം കൊടുക്കുക. ഇതൊരു ഉദ്ഘാടന പ്രസംഗമായതുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ മിനിറ്റ് ആയതുകൊണ്ട് ആരും അതേ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ആയുസ്സോട് ആരോഗ്യത്തോട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സാവകാശം നൽകി. ശിഷ്യാൽ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ ആണ്ട് അവസാനിക്കുന്ന ദിവസങ്ങൾ വരെയും കർത്താവ് നമ്മെ തൃക്കൺ പാർത്തു, നമ്മെ സൂക്ഷിച്ചു, നമ്മെ കരുതിയ വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഇവിടെ IDCCയുടെ അതേ ഈ കോംപ്ലക്സിൽ നാം ഇവിടെ QMBCയുടെ കൺവെൻഷൻ യോഗമായിട്ടിത് നാലാമത്തെ കൺവെൻഷൻ യോഗമാണ്. മുൻപ് പലയിടങ്ങളിലായി യോഗം നടന്നിട്ടുണ്ട്. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൻ്റെ സംഘാടകരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ ഓർത്തൊരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യശകലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ കർത്താവ് തിരുസഭയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവ് പറയുവാനിടയായി തീർന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം സഭയെ നശിപ്പിക്കുവാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല. സഭയുടെ അല്ലെങ്കിൽ സൃഷ്ടിതാവ്, സഭയെ ഉണ്ടാക്കിയവൻ, സഭയെ ഉരുവാക്കിയത് സർവശക്തനായ ദൈവമാണ്. ആകയാൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് തിരുവെഴുത്ത് നമുക്ക് വായിക്കുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. എന്നാൽ സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ പല കാലങ്ങളിലായിട്ട് വളരെ പെർസിക്യൂഷന്റെ അനുഭവങ്ങളിലൂടെ സഭ കടന്നുപോയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം തുടങ്ങുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെരുശലേമിലുള്ള സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം ഉണ്ടായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉപദ്രവങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലൂടെ കൂടെയാണ് സഭ ഇത്രത്തോളം വളർന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം നാം തളർന്നു പോകാതെ നമ്മെ സംരക്ഷിക്കുകയും നമ്മെ കരുതി കരം പിടിച്ച് നമ്മുടെ ബലഹീനതകളെ താങ്ങി നടത്തുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വചനം പരന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ബഹു പുരോഹിതന്മാരും വിശ്വസിച്ചു എന്ന് നമ്മളവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സഭ എവിടെയെല്ലാം സ്പ്രെഡായി പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ചിതറിപ്പോയിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രതിസന്ധി കൊണ്ട് നടുവിലായാലും ശരി, സഭ ചെന്നെത്തിയ ഇടങ്ങൾ, ദൈവജനം ചെന്നെത്തിയ ഇടങ്ങളിലൊക്കെ ദൈവത്തിന് സഭയുണ്ടാകുവാൻ ഇടയായി തീർന്നു. സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ അനുകൂലത്തിലും പ്രതികൂലത്തിലും ഒന്നുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നതാണ് അതിൽ യഥാർത്ഥ ദൈവമക്കൾ എന്ന് പറയുന്നത്. ഒരുമിച്ച്
ഒരുമിച്ച് ദൈവത്തെ സേവിക്കുവാൻ ഈ ഖത്തറിന്റെ പ്രദേശത്ത് ദൈവം നമുക്ക് സാവകാശം നൽകിയതോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന അതേ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അതിനുവേണ്ടി ഹല്ലേലൂയ വില കൊടുത്ത് ഹല്ലേലൂയ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അനേകരുടെ കണ്ണുനീരിന്റെ ഫലമായിട്ട് നമുക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനെയുള്ള അവസരങ്ങളെ നൽകിയതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സഭ ചെന്നെത്തുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നമ്മെ ദൈവം ആക്കി വെക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ എനിക്കറിയാം ഹല്ലേലൂയ ഇവിടെ നല്ലൊരു കൂട്ടം ജനം കർത്താവിനെ സേവിക്കുകയും ഹല്ലേലൂയ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന, സുവിശേഷത്തെ ആദരിക്കുന്ന, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു നല്ല കൂട്ടം ജനമുള്ളതോർത്ത്, ദൈവ മക്കളുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവഴുത്തിൽ നാം പ്രകാരം വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന വചനത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമ്മളെ ദൈവമാക്കുന്നിടങ്ങളിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതിസന്ധി വന്നേക്കാം, വേദന നിറഞ്ഞ അനുഭവം വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം. എന്നാൽ ഇതിന്റെ ഒക്കെ നടുവിൽ ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് ജീവിതത്തിന്റെ സീസണിലും ഔട്ട് ഓഫ് സീസണിലോ നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നെങ്കിലും അവിടെയും കർത്താവിന് വേണ്ടി ചിലരെ നേടുവാൻ കഴിഞ്ഞു. നീയും ഞാനുമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ നമുക്കെല്ലാം അനുകൂലമല്ലെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് വരുന്ന ആളുകളിലും നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചന പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ദൈവവചന കേൾവിയിലൂടെ അല്ലെങ്കിൽ അനേക ശിഷ്യന്മാരെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ തക്കവണ്ണം, അനേകർ ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഈ ഖത്തർ മലയാളി പെന്തക്കോസ്ത് കോൺഗ്രിഗേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ മഹായോഗങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിച്ച ദൈവജനം ഏക ഹൃദയമുള്ളവരായി മാറി എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഹല്ലേലൂയ ജലപ്രളയം ഉണ്ടാകുമ്പോൾ നമ്മുടെ അതിരുകളും വരമ്പുകളും എല്ലാം മാറി ഹല്ലേലൂയ അതിന് പിന്നെ കാണുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഇവിടെ ഏജിയെന്നോ ചർച്ച കോടെന്നോ ഹല്ലേലൂയ ശാരോനെന്നോ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെന്നോ മറ്റ് ഇതര സഭകളെന്നോ ഇല്ല. ഉപദേശൈക്യമുള്ള എല്ലാ സഭകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അതിരുകളെല്ലാം മാറി ഹല്ലേലൂയ ഒന്നായി തീരുവാൻ ഇടയായി തീരും. അതിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കുവാൻ കഴിയുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഹല്ലേലൂയ കർത്താവ് നമ്മെ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കട്ടെ. വിശേഷാൽ ഇവിടെ നടത്തപ്പെടുന്ന ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളുമായി നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങൾ മുഖാന്തരം നമ്മുടെ ഐക്യത്തിനും ഹല്ലേലൂയ ഒരുമിച്ചുള്ള ദൈവ നാമത്തിന്റെ മഹത്വത്തിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമുക്ക് ദൈവസന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിച്ച് ഈ കൺവെൻഷൻ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ചാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോട് ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് വി സ്റ്റാൻഡ്. ദൈവസന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താൽ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സായങ്കാല വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങിൽ ആഗ്രഹിച്ചതുപോലെ തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവേ ഹല്ലേലൂയ ഖത്തർ മലയാളി പെന്തക്കോസ്ത് കോൺഗ്രിഗേഷന്റെ നേതൃത്വത്തിൽ ദിവസങ്ങൾ നടത്തപ്പെടുന്ന ഹല്ലേലൂയ ഈ കൺവെൻഷൻ യോഗങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു കൺവെൻഷൻ നടത്തി എന്നതുപോലെയല്ല, അതിലുപരിയായി ചിലരുടെ വിടുതലിന്, അല്ലെങ്കിൽ ചിലരുടെ മനസാന്തരത്തിന്, ചിലരുടെ മടങ്ങി വരവിന്, ചില രോഗിയുടെ സൗഖ്യത്തിന് ഹല്ലേലൂയ കർത്താവേ മുഖാന്തരമാക്കണമേ. അനേകരങ്ങെ കണ്ടുമുട്ടുവാൻ പുതിയ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും തിരുസന്നിധിയിൽ അയപ്പാൻ തിരുമേനി കൺവെൻഷൻ യോഗങ്ങൾ മുഖാന്തരമാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലായി ദൈവവചന പ്രഘോഷണത്തിനായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുള്ള നിന്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അഭിഷേകം ചെയ്തതുമായി ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാഹചര്യങ്ങളെയൊക്കെ ഇത്രത്തോളം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കൺവെൻഷൻ മഹായോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ അല്ലെങ്കിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ, മഹത്വം എടുക്കണമേ. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ മഹായോഗങ്ങൾ മുഖാന്തരം നമ്മുടെ വിടുതലിനും അനേകരുടെ രക്ഷയ്ക്കും അല്ലെങ്കിൽ അനേകരുടെ ആത്മീയ ഉത്തേജനത്തിനും മുഖാന്തരമാകട്ടെ. എല്ലാത്തിലുപരിയായി ഈ യോഗങ്ങൾ നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന അത് യോഗങ്ങളായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ തിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ, ഒരിക്കൽ കൂടെ ശക്തിയോടെ മഹത്വം കൊടുക്കുക.